എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ അഡ്വൈസർ ആണ്. ഈ തസ്തികയിലേക്ക് നിയമനം വരുന്നത് 3 വർഷത്തേക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ആണ്. വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. കൂടാതെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ടെക്നിക്കൽ ഫീൽഡ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ BE അല്ലെങ്കിൽ BTech കൂടാതെ 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 40,000 രൂപയാണ്. കൂടാതെ TAയും DAയും ലഭിക്കുന്നതാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. ഇതുകൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC മുസ്ലിം കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. വേക്കൻസി വരുന്നത് 3 വേക്കൻസിയാണ്. ജോലി വരുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലും ജോലി വരാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് www.kfc.org ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 10 ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത പോസ്റ്റ് ലീഗൽ അഡ്വൈസർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് PG ഇൻ ലോ ആണ് വേണ്ടത്. അപ്പോൾ ലോയിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 3 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും മുസ്ലിം കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. ശമ്പളം ലഭിക്കുന്നത് 40,000 രൂപയാണ്. വേക്കൻസി 5 ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് വരുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 10 ആണ്. അടുത്ത പോസ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ്. കൂടാതെ 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കണം. MBA ഹോൾഡേഴ്സിന് മുൻഗണനയുണ്ട്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ മാർക്കറ്റിങ്ങിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 25,000 രൂപയാണ്. കൂടാതെ TAയും DAയും ഉണ്ട്. വേക്കൻസി വരുന്നത് 7 വേക്കൻസിയാണ്. അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് ഓഫീസർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ CA ഫൈനൽ എക്സാമിനേഷൻ വിത്ത് 3 ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. വേക്കൻസി 1 ആണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 50,000 രൂപയാണ്. ഇനി അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ഇൻ്റർമീഡിയറ്റ് എക്സാം ഓഫ് CA അല്ലെങ്കിൽ CMA ആണ്. കൂടാതെ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ തസ്തികയിലേക്ക് 10 വേക്കൻസി ഉണ്ട്. ശമ്പളം വരുന്നത് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 30,000 രൂപയാണ് പെർ മന്ത്. 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 40,000 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ഓരോ പോസ്റ്റിലും അതാത് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ പോസ്റ്റിലേക്കും ജോലി വരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് നേരത്തെ പറഞ്ഞ തന്നെയാണ് www.kfc.org ആണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. നിങ്ങൾ അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ സൈസ് വരുന്നത് 200 KB താഴെ ആയിരിക്കണം. ഫോർമാറ്റ് JPG ആണ്. സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB താഴെ ആയിരിക്കണം സൈസ്. ഫോർമാറ്റ് വരുന്നത് JPG ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഏജ്, കാസ്റ്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻഡ് ഇമേജസിൻ്റെ സൈസ് വരുന്നത് 400 KB താഴെ ആയിരിക്കണം. ഫോർമാറ്റ് JPG ഫോർമാറ്റ് ആണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ പരിശോധിച്ചാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒക്കെ തന്നെ ഡേറ്റ് എല്ലാം വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ഫസ്റ്റ് ജോലി വരുന്നത് 1 ഇയറിലേക്കാണ്. പിന്നീട് അത് 3 വർഷത്തേക്ക് റിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 10 താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.